ഒരു ഓണക്കാലം കൂടി വരവായി. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഈ ഓണക്കാലത്ത് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സ്നേഹ സുനിൽ. വീട് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള ഉടുമ്പന്നൂരാണ് എൻ്റെ വീട്. ഞാനിത് ഗൂഗിൾ നോക്കി പഠിച്ചതാ, യൂട്യൂബിൽ നോക്കി പഠിച്ചതാ നടക്കാൻ. എനിക്ക് ഇത്രയും പോലും അറിയില്ല. ആദ്യമായിട്ടാണ് റാമ്പ് ചെയ്യണത്. ഇതിനു മുമ്പ് ഞാൻ പല തവണയും റാമ്പ് ചെയ്യുന്ന ഒരു അവസരത്തിന് വേണ്ടി ഒരുപാട് തപ്പിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് ഏജൻസിനൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറയുന്നത് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കി കഴിഞ്ഞപ്പോ 15,000 10,000 താങ്ങാൻ പറ്റാത്ത എമൗണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദ്യം എന്റെ ചേച്ചി വന്നിട്ട് പറയണത്, ഈ മോളെ ഇന്ന് നല്ലൊരു അവസരമുണ്ട്, അപ്പൊ നീ ഒന്ന് ട്രൈ നോക്ക്, കിട്ടിയാൽ ഓർഡർ ചെയ്യാം. അപ്പൊ ആദ്യമേ ഞാനൊന്ന് വേണോ. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇപ്പൊ കുറച്ച് നാളായിട്ട് പഠിത്തത്തിന്റെ പുറകെ ഇരിക്കുന്നത് കൊണ്ടിട്ട് ഇതില് എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ആട്ടം അന്വേഷിപ്പിൻ കണ്ടെത്തും അങ്ങനെ 1-2 സിനിമയിൽ ചെറിയ ചെറിയ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പഠിത്തത്തിലേക്ക് ഇരുന്നപ്പോ എന്റെ ശ്രദ്ധ കുറച്ച് മാറിപ്പോയോ എന്നൊരു ഡൗട്ട്. എനിക്ക് പ്രൊഫഷണലി ഒരു വക്കീലാവണമെന്ന് ആഗ്രഹം. അതിനോടൊപ്പം സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാശിന് വേണ്ടിയിട്ടല്ല, എനിക്ക് വക്കീലായിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണമെന്നും ഇപ്പം അഭിനയത്തിൽ നിന്ന് എന്താ പറയാ നല്ല സുഹൃത്ത് ബന്ധങ്ങളും എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസും അങ്ങനെയൊക്കെ സമ്പാദിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പൊ ഞാനിങ്ങനെ മൈക്കെടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ സപ്പോർട്ട് കൊണ്ടിട്ടാണ്. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ മത്സരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയും, പോയിട്ട് കാര്യമില്ല അച്ഛാ, അത് കിട്ടില്ല, എന്തിനാ പോണത് എന്നൊക്കെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുമ്പോ അച്ഛൻ പറയും, അതിന് നീ പോയോ, ഒരു കാര്യത്തിനും മുൻകൂറായിട്ട് നമ്മൾ തീരുമാനം എടുക്കുന്നത് ശരിയല്ല എന്ന് അച്ഛൻ പറയും. അപ്പൊ എൻ്റെ അച്ഛൻ്റെ ആ ഒരു സപ്പോർട്ട് കൊണ്ടിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഞാൻ ഓണം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സാൻഡ്ര കെ ആണ്. സാന്ദ്ര എന്ന വാക്കിന് മലയാളത്തിൽ നമ്മൾ അർത്ഥമായി പറയുന്നത് തിങ്ങി നിറഞ്ഞത്, ആഴമേറിയത്, അങ്ങനെയെല്ലാമാണ്. എൻ്റെ പേര് പോലെ തന്നെ സ്നേഹത്താൽ സമ്പന്നമാണ് എൻ്റെ ഹൃദയം. സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു. രാജനഗരി എന്ന് മലയാളികൾ ഒന്നടങ്കം അഭിമാനത്തോടെ പറയുന്ന തൃപ്പൂണിത്തുറയാണ് എൻ്റെ സ്വദേശം. നമ്മുടെ സമൂഹത്തിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 2019 മുതൽ മെൻഡെക്സ് എന്ന ഒരു സംഘടന ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൂടി നടത്തി വരുന്നു. ഇന്ന് വരെ മെൻഡെക്സിലൂടെ ഞങ്ങൾ ചെയ്യുന്നത് പ്രായമേതമന്യേ എല്ലാവരിലേക്കും ലൈംഗിക വിദ്യാഭ്യാസം, സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എത്തിക്കുക എന്നതാണ്. അതുവഴി നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന് വരുന്ന പലതരത്തിലുള്ള അതിക്രമങ്ങളെ ചെറുക്കുക എന്നത്. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പരീക്ഷിക്കാനും വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ റീസെൻ്റ് ആയിട്ട് ഞാൻ ചെയ്ത ഒരു പുതിയ കാര്യമായിരുന്നു ആദ്യമായൊരു ബ്യൂട്ടി പാജന്റിൽ മത്സരിക്കുക എന്നുള്ളത്. മിസ് യൂണിവേഴ്സ് കേരള 2024 ഞാൻ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. എൻ്റെ ആദ്യത്തെ കോമ്പറ്റീഷൻ ആയിരുന്നു. സ്റ്റിൽ അവിടെ മിസ് ബ്യൂട്ടിഫുൾ സ്മൈൽ എന്ന സബ് ടൈറ്റിലോട്
അഭിമാനത്തോടു കൂടിയാണ് ഞാൻ മടങ്ങിയത്. ഇത്തരം ബ്യൂട്ടി പാജൻറ്റിൽ ഞാൻ മത്സരിക്കുമെന്ന് എൻ്റെ കൂടെയുള്ള ആരും വിശ്വസിച്ചിരുന്നില്ല. കാരണം സൗന്ദര്യം എന്ന് പറയുന്നത് പല പരിമിതികൾക്കുള്ളിലാണ് എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്നാൽ ഇങ്ങനൊരു മത്സരത്തിൽ ഞാൻ പങ്കെടുക്കുക വഴി നിങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് മറ്റാരെങ്കിലും തീർക്കുന്ന ചട്ടക്കൂടിൽ ഒതുക്കി നിർത്താനുള്ളതല്ല എന്നൊരു സന്ദേശം എൻ്റെ ചുറ്റുമുള്ള എൻ്റെ കൂട്ടുകാർക്കെങ്കിലും നൽകാൻ എനിക്ക് സാധിച്ചു. അതിലെനിക്ക് ഒത്തിരിയധികം അഭിമാനവും സന്തോഷവും ഉണ്ട്. പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും ഒരുപാട് മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സൗന്ദര്യം കാണാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നതാണ് നമ്മളെ എല്ലാവരെയും കൂടുതൽ സൗന്ദര്യമുള്ളവരാക്കുന്നത്. എല്ലാവർക്കും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Be the change you wish to see in this world. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. I am Sri Lakshmi S, a young 25-year-old doctor and a model hailing from the captivating city of Kochi. I recently completed my MBBS degree from Government Medical College, Kottayam. Pageantry has always been my biggest passion, and Rambox gives me so much of happiness. And I do strongly believe that pageants are meant for strong and confident women like all of us out here. I was one of the title winners of Srimati Young Face of the Year 2023 and was also a finalist in India's Miss TDPC Season 11. A jack of all trades, trained in painting, Carnatic music and a little bit of dancing. Being a girl with a lot of insecurities and height being my biggest complex and also a victim of bullying, I wish to inspire young girls like me out there to dream big. If I can, then you can. എല്ലാവർക്കും എൻ്റെ വിനീതമായ ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. Thank you so much, Sri Lakshmi. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷാഹിന ഷാജഹാൻ. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. ഞാൻ പാലാർകോട്ടത്ത് ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരുന്നു. എൻ്റെ പാഷൻ വന്നിട്ട് മൂവി അതുപോലെ തന്നെ മോഡലിംഗ് ആണ്. അതിനൊരു വേദിയാണ് ഇതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മലയാളി മംഗ എന്നത് ജാതിക്കും മതത്തിനും പ്രായത്തിനും സൗന്ദര്യത്തിനും അതീതമാണെന്ന് എൻ്റെ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഈ വേദിയിൽ ഇന്ന് എനിക്ക് നിൽക്കാൻ കഴിയുന്നത്. ഇതിന് അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു. Thank you, Shahina. Chess number 50. അത്തച്ചമയത്തിൻ്റെ നാടായ തൃപ്പൂണിത്തുറക്കാരൻ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദധാരി, ക്രിയേറ്റിവിറ്റിയിൽ പ്രണയിക്കുന്നവൾ. അതുകൊണ്ട് തന്നെ എൻ്റെ IT
ഉപയോഗിച്ച് ഞാൻ എൻ്റെ പാഷനെ പിന്തുടർന്ന് ഇന്ന് ഞാനൊരു സ്കൂളിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചറാണ്, പിന്നെ ഫേസ് പെയിൻറ്റിങ് ആർട്ടിസ്റ്റാണ്, തഞ്ചാവൂർ പെയിൻറ്റിങ് ആർട്ടിസ്റ്റാണ്, യൂട്യൂബറാണ്. ഇതിലേക്ക് കട്ട സപ്പോർട്ടായിട്ട് എൻ്റെ 14 വയസ്സുള്ള മകനും ഹസ്ബൻഡും ഒപ്പമുണ്ട്. കൂടാതെ എനിക്ക് 2 വട്ടം എൻ്റെ റീസൈക്ലിംഗ് ക്രാഫ്റ്റിന് ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇതിനു മുന്നേ 1-2 സൗന്ദര്യ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ഫൈനലിസ്റ്റ് ആവുകയും ചില സബ് ടൈറ്റിൽ വിന്നറാകാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ എൻ്റെ സ്ട്രെസ് റിലീഫ് ക്രാഫ്റ്റ് ക്ലാസ്സുകളിലൂടെ സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകളുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വേദി എൻ്റെ ഈ ഉദ്യമം വിപുലമാക്കാൻ